കണ്ടതിൽ സന്തോഷം. ആണോ? എല്ലാവരും വെയിറ്റ് ചെയ്ത് ഫുഡൊക്കെ കഴിച്ചിട്ട് പോവാന്ന് എല്ലാവരും വരും. ആരും പൈസ തരാന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അത് അങ്ങനെ പറഞ്ഞിട്ടില്ലേ? കുറച്ചേരം നിൽക്കാൻ ഒരു 5 മിനിറ്റ് വന്നിട്ട് പൊക്കോളൂ. ഓ ഉറപ്പായിട്ടും. നന്ദന, ശരിക്കും നന്ദന എന്ന് പറയുന്നത് ഒരു സെലിബ്രിറ്റി ബാക്ക്ഗ്രൗണ്ടോ ഒരു PR വർക്കുകളോ ഒന്നുമില്ലാതെ ബിഗ് ബോസിനകത്തേക്ക് കയറിയാണ്. ഇപ്പൊ 80 ദിവസത്തോളം 70-75 ദിവസത്തോളം അവിടെ നിന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ബിഗ് ബോസ്? ബിഗ് ബോസ് അടിപൊളിയാണ്, സൂപ്പറാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ബിഗ് ബോസ് എന്ന് പറയുന്നത് നമ്മുടെ ലോകം, നിങ്ങളത് അതിന്റെ ഉള്ളിൽ അനുഭവിച്ച, ഞാൻ പുറത്തുനിന്ന് കണ്ട ഒരു വ്യക്തിയാണല്ലോ, പക്ഷെ നമ്മൾ അതിന്റെ ഉള്ളിൽ കയറുമ്പോൾ ഭയങ്കര ഡിഫറെന്റ് ആണ്. ഫുൾ ഓക്കെ, അടിപൊളിയാണ്. ഇപ്പൊ ഇതിനകത്ത് ലാസ്റ്റ് ഇപ്പൊ ഫിനാലയിലുള്ള ലാസ്റ്റ് വീക്കിലായാലും ഒരു ഒത്തുകളി ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു? അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? അതിനെപ്പറ്റി എനിക്കൊന്നും പറയാനില്ല. സിജോയും സായും തമ്മിലുള്ള നന്ദന നമ്മളെ ഗ്രൂപ്പുകളെ ആയിരിക്കും ഒരു പക്ഷേ പ്രതികൂലമായിട്ട് വന്നത്. ആണോ? അങ്ങനെ തോന്നിയോ? അങ്ങനെ തോന്നിയിട്ടുണ്ട്. തോന്നട്ടെ. അങ്ങനെ ഒരു കോംബോ വേണ്ടായിരുന്നു തോന്നിയോ ഇറങ്ങി കഴിഞ്ഞപ്പോ? നോ. ആര് വിന്നാവുന്നാണ് ആഗ്രഹിക്കുന്നത്? അറിയില്ല, പ്രഷർ തീരുമാനിക്കട്ടെ. അല്ല, നന്ദനയുടെ കാഴ്ചപ്പാടിൽ ഇല്ല, എനിക്കാണെങ്കിൽ ആ കാഴ്ചപ്പാടൊന്നും അങ്ങോട്ട് പോകാൻ പറ്റിയാ പോവോ? പിന്നെന്താ, പോവില്ല, ഉറപ്പായിട്ടും പോകും. ബിഗ് ബോസ് എനിക്ക് ഇഷ്ടമുള്ള ഒരു ഷോയാണ്. ബിഗ് ബോസിൽ ഉറപ്പായിട്ടും ഞാൻ പോകും. ഇതിനകത്ത് ജാസ്മിന്റെ ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ, അപ്പൊ ജാസ്മിനെ ഏറ്റവും കൂടുതൽ ജാസ്മിനോട് പ്രതിരോധിച്ചു നിന്നതും ഒക്കെ ദേഷ്യപ്പെടണമൊക്കെ ഞങ്ങൾ കണ്ടായിരുന്നു. ജാസ്മിന്റെ ക്യാരക്ടർ അനുസരിച്ച് ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ പുറത്തായി. ഇപ്പൊ ഗബ്രി പുറത്തായി, രശ്മി പുറത്തായി. അപ്പം ജാസ്മിനെ ഹേറ്റേഴ്സ് ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? അറിയില്ല, എനിക്കൊന്നും അറിയില്ല. ഞാൻ അവിടുന്ന് പുറത്തുനിന്ന് വയൽക്കാടായിട്ട് ഒരു 28 ദിവസം കഴിഞ്ഞിട്ടാണല്ലോ കയറുന്നത്. അപ്പൊ അതുവരെയുള്ള കാര്യങ്ങളല്ലേ എനിക്കറിയുള്ളൂ. ബാക്കിയുള്ളതൊക്കെ എനിക്കറിയില്ലല്ലോ, എന്താണ് അവിടെ നടക്കണേന്നൊന്നും നമുക്കറിയില്ല. നമുക്ക് മൊബൈലിൽ ഒന്നുമില്ല. നമ്മളൊരു അവരായിട്ട് തന്നെ ഒരു കമ്പയർ ചെയ്ത് പോണ ഒരു സ്ഥലമാണ്. പിന്നെ ഏറ്റവും കൂടുതൽ പണപ്പെട്ടി എടുത്തു പോവാൻ ആഗ്രഹമുള്ള ഒരാൾ നന്ദനാണെന്ന് പറഞ്ഞു. പക്ഷെ ആ സമയത്ത് തന്നെ പെട്ടെന്ന് പുറത്താവുകയും ചെയ്തു. അപ്പൊ അത് പറഞ്ഞുകൊണ്ടാണോ പുറത്തായെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് പുറത്തായെന്ന് വെച്ചാൽ എനിക്ക് കുഴപ്പമില്ല. എന്താ കാരണം ഞാൻ ഒരു എന്റെ ഒറിജിനലായിട്ട് നിന്ന കാരണമാണല്ലോ ഞാൻ പോകുന്നത്. തോന്നുന്നുണ്ടോ? എനിക്കറിയില്ല. വിന്നറാക്കാൻ ശ്രമിക്കുന്നതായിട്ട്